കോപിഷ്ഠയായ നീലി ഉഗ്രരൂപം പൂണ്ട് മാന്ത്രികനെ കൊന്നു. എന്നിട്ടും അവളുടെ പക ഒടുങ്ങിയില്ല. പിന്നീട് പഞ്ചവൻ കാട്ടിൽ അവളുടെ സംഹാര താണ്ഡവമായിരുന്നു. അവളുടെ പഴയ കാമുകൻ നമ്പി പുനർജനിച്ചത് കാവേരി പൂമ്പട്ടണത്ത് ആനന്ദനായിട്ടായിരുന്നു. അയാൾ ഒരു വ്യാപാര ആവശ്യത്തിനായിട്ട് ആ കാട്ടിലൂടെ പോയി. അമ്മ കൊടുത്ത മാന്ത്രിക ദണ്ഡുമായാണ് അയാൾ കാട്ടിലൂടെ വന്നത്. അവൾക്ക് അയാളെ തൊടാനായില്ലെങ്കിലും അയാളെ ഭയപ്പെടുത്തി ഓടിക്കാനായി. പ്രാണരക്ഷാർത്ഥം അയാൾ ഓടിയെത്തിയത് പഴകന്നൂർ ഗ്രാമത്തിൽ. അവൾ അയാളെ പിന്തുടർന്ന് അവിടേക്ക് വന്നു. പക്ഷെ ഇത്തവണ രൂപം മാറി സുന്ദരിയായ ഒരു യുവതിയായി കയ്യിലൊരു കുഞ്ഞുമായാണ് അവൾ വന്നത്. തൻ്റെ ഭർത്താവ് വഴക്കിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് നാട്ടുകാരോട് പറഞ്ഞു. അവളുടെ നിസ്സഹായാവസ്ഥ കണ്ട് നാട്ടുകാർ ആനന്ദനോട് ഭാര്യയെ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അത് തൻ്റെ ഭാര്യയല്ല, യക്ഷിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും നാട്ടുകാർ വിശ്വസിച്ചില്ല. അവളുടെ കഥ വിശ്വസിച്ച അവർ അത് യക്ഷിയാണെങ്കിൽ തൻ്റെ കൂടെ ഞങ്ങളും തീയിൽ ചാടി ആത്മഹത്യ ചെയ്തോളാമെന്ന് ആനന്ദനോട് പറഞ്ഞു. നാട്ടുകാരുടെ ശബ്ദം കേട്ട ആനന്ദൻ അവളെ മനസ്സില്ലാ മനസ്സോടെ മുറിയിലേക്ക് കയറാൻ അനുവദിച്ചു. അന്ന് ആനന്ദന്റെ അവസാന രാത്രിയായിരുന്നു. പിറ്റേന്ന് ഇത് കണ്ട നാട്ടുകാർ അയാളോട് തങ്ങൾ ചെയ്ത ക്രൂരമായ പ്രവൃത്തിയിൽ കുറ്റബോധം തോന്നി ശപഥമോർത്ത് തീയിൽ ചാടി ആത്മഹത്യ ചെയ്തു.